കേരളത്തിലെ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ പാരമ്പര്യ വിശ്വാസ ആചാരസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ പൊതുവിൽ കാവുകൾ, പതികൾ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ധാരാളമായി. ഉത്തര മലബാറിൽ അത് പൊതുവെ കാവുകൾ എന്നുള്ള നിലയിലോ കോട്ടങ്ങൾ എന്നല്ല അറിയപ്പെടുന്നത്. കണ്ണൂർ, കാസർഗോഡ്, ഇത്തരം സ്ഥാനങ്ങളെല്ലാം തന്നെ പൊതുവിൽ വലിയൊരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുക. കയ്യേറ്റം അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള പ്രത്യക്ഷവും പരോക്ഷമായിട്ടുള്ള ശ്രമം തുടങ്ങിയവ കുറെ കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളുടെ, കാവുകളുടെയും കോട്ടങ്ങളുടെയും പതികളുടെയും അവരുടെ പാരമ്പര്യ ശവസംസ്കാരം നടത്തുന്ന ശ്മശാനങ്ങൾ, ഇവയുടെ കൃത്യമായൊരു കണക്കെടുപ്പ് പോലും ഗവൺമെന്റ് ഇപ്പോഴും നടത്തിയിട്ടില്ല. 1960 ശേഷം, പ്രത്യേകിച്ചും ഭൂപരിഷ്കരണത്തിന് ശേഷം ഇത് അന്യം നിന്ന് പോകുന്ന വലിയൊരു പ്രതിഭാസം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ഊഹക്കണക്കിന് 3000-ഓ 4000-ഓ എണ്ണം ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊരു നിഗമനം. കാവുകളെ കുറിച്ചുള്ള ചില പഠനങ്ങളൊക്കെ ലഭ്യമാണ്. അത് വളരെ തെരഞ്ഞെടുക്കപ്പെട്ട കാവുകളെ കുറിച്ചുള്ള മാത്രം സ്റ്റഡീസാണ് പബ്ലിഷ്ഡ് ആയിട്ട് രൂപത്തിൽ വന്നത്. ഗവൺമെന്റോ മറ്റേതെങ്കിലും ഒരു ഏജൻസിയോ ഇതേ സംബന്ധിച്ചുള്ള സൂക്ഷ്മമായ ഒരു ഡോക്യുമെന്റേഷൻ, കണക്കെടുപ്പ്, അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇതുവരെ തയ്യാറാക്കപ്പെട്ടിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ 1960 മുതൽ ഇങ്ങോട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ് അറിയാവുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഈ വേദിയിൽ തന്നെ ഇരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തകരുണ്ട്, പല കാവുകളുടെയും അല്ലെങ്കിൽ പതികളുടെയും സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. ഞങ്ങൾക്കെല്ലാം തന്നെ നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയോ മറ്റ് സവർണ സമുദായത്തിലുള്ളവർ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് കുൽസിത മാർഗങ്ങളിലൂടെ കൈക്കലാക്കുകയോ ചെയ്യുന്ന രീതി കേരളത്തിൽ പ്രബലമാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അടിയന്തരമായും ഇത് സംരക്ഷിക്കാനുള്ള ഒരു നിയമം കേരളത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നിയമം മാത്രമല്ല, ഇതിൻ്റെ ഒരു സംരക്ഷണത്തിനും അതിൻ്റെ പരിപാലനത്തിനും വേണ്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ക്ഷേമത്തിനും വേണ്ടിയുള്ള ഒരു ബോർഡ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത് ഹിന്ദു വിശ്വാസാചാരം അനുസരിച്ച് പ്രവർത്തിച്ചു വരുന്ന ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഒരു ബോർഡ് മാത്രമാണ് ഉള്ളത്. അത് നമുക്കും അറിയാം. ദേവസ്വം ബോർഡ് എന്നുള്ള നിലയിൽ പൊതുവിൽ അറിയപ്പെടുന്നത് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്. പിൽക്കാലത്ത് മലബാർ ദേവസ്വം ബോർഡും രൂപം കൊണ്ടിട്ടുണ്ട്. ഈ ദേവസ്വം ബോർഡുകളുടെ എല്ലാം തന്നെ പരിധിയിലുള്ളത് പൊതുവിൽ ഹിന്ദു അല്ലെങ്കിൽ വൈഷ്ണവ ആരാധനാ രീതികൾ സ്വീകരിച്ചു വരുന്ന അല്ലെങ്കിൽ പിന്തുടർന്നു വരുന്ന വിശ്വാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവയുടെ സംരക്ഷണം മാത്രമാണ്. പല സമുദായങ്ങളുടേതുണ്ടാകാം. അതിൽ ചിലവെല്ലാം തന്നെ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് മലബാർ ദേവസ്വം ബോർഡെല്ലാം തന്നെ വരുമാനമുള്ള അല്ലെങ്കിൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കാവുകളെല്ലാം തന്നെ പിടിച്ചെടുക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട്. ചിലത് നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അട്ടപ്പാടിയുള്ള മല്ലീശ്വരൻ മുടി ഗോത്രവർഗക്കാരുടേതാണ്. അത് പിടിച്ചെടുക്കാൻ RSS വലിയൊരു ശ്രമം ഒരു വശത്ത് നടത്തുന്നു. മറുവശത്ത് ദേവസ്വം ബോർഡ് അത് കൈക്കലാക്കി, മലബാർ ദേവസ്വം ബോർഡ് കൈക്കലാക്കിയിട്ട് കുറച്ച് നാളായി. കണ്ണൂർ വളരെ പ്രസിദ്ധമായ അണ്ടല്ലൂർക്കാവ് നിങ്ങൾക്കറിയാം. അത് പട്ടികവർഗക്കാരുടേതല്ല, തീയ സമുദായത്തിൻ്റെതാണ്. അത് പിടിച്ചെടുക്കാനും ഈ ദേവസ്വം ബോർഡിന്റെ കീഴിൽ, മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ചുരുക്കത്തിൽ സാമ്പത്തിക വരുമാനമുള്ള അല്ലെങ്കിൽ അങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കുന്ന കാവുകളോ ക്ഷേത്രങ്ങളാക്കി മാറ്റാനും അത് ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നതല്ലാതെ ഇവയെല്ലാം തന്നെ അവഗണിക്കപ്പെട്ട വിശ്വാസ സ്ഥാപനങ്ങളായിട്ടാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഏതെങ്കിലും ഒറ്റപ്പെട്ട പറമ്പുകളിൽ, ഏതെങ്കിലും ഒരു ഭൂവുടമയുടെ പറമ്പിൽ അല്ലെങ്കിൽ പുറമ്പോക്കിൽ, ഉത്തര മലബാറിലെ മിക്കവാറും എല്ലാ പൊതു പട്ടികജാതി വിഭാഗങ്ങളുടെ ശ്മശാന ഭൂമിയോ
കാവുകളെല്ലാം തന്നെ ഈ പറയുന്ന പോലെ പുറമ്പോക്ക് രജിസ്റ്ററിൽ കിടക്കുന്നതായിരിക്കും. ഇതാണ് ഒരു പൊതുസ്ഥിതി. വ്യക്തമായ സ്ഥിതിവിവര കണക്കറിയണമെങ്കിൽ കേരളം മുഴുവൻ സഞ്ചരിച്ചത് ഡോക്യുമെന്റ് ചെയ്യപ്പെടണം. എന്തായാലും ഇതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, കേരളം വളരെ പുരോഗമന സോഷ്യലിസ്റ്റ് ജനാധിപത്യ രാജ്യമാണല്ലോ. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആധിക്യം കേരളത്തിൽ വന്നതോടുകൂടി ഒരുതരം യൂറോപ്യൻ ചിന്തയുടെ, സോഷ്യലിസ്റ്റ് ചിന്ത, നിരീശ്വരവാദം തുടങ്ങിയ കാര്യങ്ങളുടെ ശക്തമായ പ്രചരണം 70കളിലെല്ലാം തന്നെ വളർന്നു വന്ന തലമുറയിൽ സ്വാധീനിച്ചിരുന്നു എന്നുള്ള ഒരു വസ്തുത ഈ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ദളിത് പോലും അത് സ്വാധീനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് പാരമ്പര്യമായ ആചാരാനുഷ്ഠാനങ്ങൾ സ്വീകരിച്ചു വരുന്ന ആളുകളുടെ ഇതെല്ലാം തന്നെ അന്ധവിശ്വാസം ആയിട്ട് ബന്ധപ്പെട്ടതാണ്, അനാചാരമാണ്, വളരെ പ്രാകൃതമായ രീതിയിലുള്ളതാണ്, ഇതെല്ലാം തന്നെ കൈയൊഴിയേണ്ടതാണ് എന്ന നിലയിൽ കുടുംബങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഘട്ടത്തിൽ സംഘടിതമായി ചെയ്യുന്ന ഒരു പ്രോഗ്രാമായി ചെയ്തതായി അറിയാം നമുക്ക്. അപ്പൊ ആ നിലക്ക് ഇത് അവഗണിക്കപ്പെടുന്നത് മാത്രമല്ല, ഇത്തരത്തിലുള്ള വിശ്വാസാചാരങ്ങൾ പിൻപറ്റുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണ് എന്നുള്ള ഒരു പൊതു അവബോധം പട്ടികജാതിപട്ടിക വിഭാഗങ്ങളിലേക്ക് മാത്രമല്ല പൊതുസമൂഹത്തിലും ഭരണ രാഷ്ട്രീയ മണ്ഡലത്തിലുള്ള എല്ലാവരുടെയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഇത് സംരക്ഷിക്കേണ്ടതില്ല. അവരുടെ വിശ്വാസം പട്ടികജാതിക്കാരുടെയും പട്ടികവർക്കാരുടെയും എല്ലാം തന്നെ അനാചാരവും മറ്റുള്ളവരുടെ സവർണരെല്ലാം തന്നെ യഥാർത്ഥ വിശ്വാസവും എന്നുള്ള ഒരു ഡൈക്കോട്ടണി, ഒരു വിഭജനം